ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ബീഫ് കൊണ്ടുള്ള പല റെസിപ്പികളും ഇട്ടിട്ടുണ്ട്. ബീഫ് കറി, ബീഫ് ഡ്രൈ റോസ്റ്റ്, എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട വിധം, യാത്രയ്ക്ക് പോകുമ്പോൾ ബീഫ് ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വറുത്തരച്ച ബീഫ് കറി. പലരും ചെയ്യുന്നുണ്ടായിരിക്കാം, ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് വന്ന റെസിപ്പികൾ, പലരും ചോദിച്ചിട്ടുള്ള റെസിപ്പികളിൽ ഒന്നാണ് ഈ വറുത്തരച്ച ബീഫ് കറി. അതുപോലെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണ്. ബീഫിനകത്തെ ബ്ലഡ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ കഴുകുമ്പോൾ ആ വെള്ളത്തിൽ വിനാഗിരിയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്താൽ മതിയേ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനകത്ത് മിക്സിങ് ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിൽ എടുക്കുന്നത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, ബാക്കി മസാലയൊക്കെ നമുക്ക് പിന്നെ ചേർക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. എൻ്റെ കുക്കറിൽ 4 വിസില്. അപ്പോൾ ഇത് നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റിയിലും ഡിപ്പെൻഡ് ആണ്. അതുപോലെ തന്നെ ബീഫ് ഒത്തിരി മുറ്റിയതാണെങ്കിൽ വേവ് കൂടും. ഇത് ഒത്തിരി മുറ്റാത്ത കിളുന്ത് ബീഫാ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ വിസിൽ എത്ര വേണമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിലും അതുപോലെ നിങ്ങളുടെ കുക്കറിന്റെ കപ്പാസിറ്റിയിലും ഡിപ്പെൻഡ് ആകും. ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രമേ തുറക്കാവൂ. അത് മാത്രമല്ല, നമുക്കിത് ഫുൾ അങ്ങ് കുക്കറിൽ വേവണ്ട. ഇനി ഇത് മസാലയിൽ കിടന്നും വേവാനുണ്ട്. ഒരു 80% ഒക്കെ വെന്താ മതി കേട്ടോ കുക്കറിൽ. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തരച്ച കറി എന്ന് പറയുമ്പോൾ മെയിൻ തേങ്ങയാണല്ലോ. ഇതൊരു മീഡിയം സൈസ് തേങ്ങ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. തേങ്ങ വറക്കാനായിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ലേശം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവണേ. തേങ്ങ വറക്കൽ അല്പം സമയം എടുക്കുന്ന പരിപാടിയാ. തേങ്ങ നന്നായിട്ട് മൂത്ത് തുടങ്ങി. അത് ആദ്യം തന്നെ നല്ല തീ കൂട്ടി ഇട്ടിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ ക്യാമറയ്ക്കകത്തൂടെ നിങ്ങൾക്ക് കറുപ്പ് പോലെ കാണാൻ തോന്നുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല പരുവമാണ്, നല്ല ബ്രൗൺ കളറാട്ടോ. അതുപോലെ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത്, അത് കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോ ഞാൻ തീ ഓഫ് ചെയ്തേ. നമ്മുടെ തേങ്ങ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ഇതിൽ വെക്കുന്നില്ല, വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണേ. കാരണം ഇതിൽ വെച്ചാൽ ഈ തേങ്ങ കരിഞ്ഞു പോവും. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ആദ്യം തന്നെ മിക്സിയിൽ വെള്ളം ഒഴിക്കരുത്. ഇത് ലേശം നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷമേ വെള്ളം ഒഴിച്ച് അരയ്ക്കാം, വല്ല അരയത്തില്ല കേട്ടോ. തേങ്ങ ഒന്ന് പൊടിഞ്ഞ ശേഷം വെള്ളം ചേർത്താൽ മതി. ബീഫ് നന്നായിട്ട് വെന്ത് കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയത്. ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് കുക്കറിൽ വെച്ചത്. അപ്പോൾ ഈ ബീഫിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത് ഇത്രയും. കുക്കറിൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അടിക്ക് പിടിക്കുമെന്ന് പേടിക്കേണ്ട. അറിയാത്ത പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. പാത്രം വെച്ച ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. കൊത്തി അരിഞ്ഞ ഇഞ്ചി. വെളുത്തുള്ളി ചെറുതും വലുതുമായിട്ട് 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വലിയ ഒരു കഷ്ണം. ഇനി ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ കൊത്തി അരിഞ്ഞ ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം.
വലിയ 3 സവാളയാണ് എടുത്തേക്കുന്നത്. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ഇടുന്നുണ്ട്, ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഈ മസാല നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണം. പച്ചമുളക് വേണ്ടവർക്ക് 1-2 പച്ചമുളക് ചേർക്കാം. ടൊമാറ്റോ വേണ്ടവർക്ക് 1 ടൊമാറ്റോ ചേർക്കാം. ഞാനിത് രണ്ടും ചേർക്കുന്നില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഇപ്പൊ ചേർക്കണ്ട, ആ ബീഫ് മാത്രം ഇട്ട് നന്നായിട്ട് മസാലയുമായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പം മസാലയായിട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല പെരണ്ട പരുവമായി. ഇനി നമുക്ക് ആ ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അല്പം നന്നായിട്ട് ചേർക്കണം, കാരണം നമുക്ക് ഇതിനകത്ത് കിടന്ന് ഇത് നന്നായിട്ട് മസാലക്കകത്ത് കിടന്ന് വേവണം, കഷ്ണങ്ങളിൽ മസാല പിടിക്കണം. ഉപ്പൊക്കെ പരുവമാണെന്ന് നോക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം തീയിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഇത് വെന്ത് മസാലയുമായിട്ട് ചേർന്ന് കൊഴുക്കണേ. കറി തിളച്ചിട്ട് ഒത്തിരി നേരമായി, നന്നായിട്ട് കുറുകി തുടങ്ങി, നല്ല മണം വരുന്നുണ്ടേ. ഇനി നമുക്കിത് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കറി റെഡിയായി ഓഫ് ചെയ്യുകയല്ല, അത് അരപ്പൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കണം. ഒരു 4-5 മിനിറ്റേലും ചെറുതീലിങ്ങനെ ഇട്ടേക്കണേ. 4-5 മിനിറ്റ് കഴിഞ്ഞത്തേക്കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് കുറുകി. നോക്കിക്കേ, അപ്പൊ ഇത് മതി. ഞാൻ തീ ഓഫ് ചെയ്തേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.